കോൺഗ്രസിന്റെ അതേ നയം BJPയും തുടർന്നു. അതെല്ലാം നടന്ന നാടല്ലേ നമ്മുടെ നാട്. ആ നാട്ടിലല്ലേ 10 വർഷക്കാലം ഒരു തരത്തിലുള്ള വർഗീയ അസ്വാസ്ഥ്യവും ഇല്ലാതെ നാട് കഴിയുന്നത്. എവിടുന്ന് നടക്കാൻ മലപ്പുടിക്കാരന്റെ സ്വപ്നവും കൊണ്ട് നടക്കുന്നത്? നിങ്ങൾക്ക് ആര് പണം തരും? LDF മാത്രമേ അത് തോന്നൂ. ജനങ്ങളോടുള്ള പ്രതിബദ്ധത, പാവപ്പെട്ടവരോടുള്ള പ്രതിബദ്ധത. 64,006 കുടുംബം ഒന്നിച്ച് കേൾക്കുമ്പോൾ വലിയ നമ്പറാണ്. ഓരോ കുടുംബത്തെയാണ് എടുത്തത്. ആ ഓരോ കുടുംബത്തിനുമുള്ള പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ ക്ലേശഘടകങ്ങൾ എന്താണ്, എങ്ങനെയാണ് അവ പരിഹരിക്കാനാവുക, എങ്ങനെയാണ് അവരെ അതിദാരിദ്ര്യ മുക്തരാക്കുക? അതല്ലേ നടന്നത്. 64,006 കുടുംബവും അതിദാരിദ്ര്യമുക്തമായപ്പോഴാണ് കഴിഞ്ഞ നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ലോകം സ്തംഭിച്ചു, രാജ്യം ആശ്ചര്യപ്പെട്ടു. എങ്ങനെയാണ് ഇതുപോലൊരു നാടിന്, അതും ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഉള്ള ഒരു സംസ്ഥാനത്തിന് അതിദാരിദ്ര്യമുക്തമാകാനാകുന്നത് എന്നാണ് അവരെല്ലാം ചിന്തിച്ചത്. അതാണ് LDFന്റെ പ്രസക്തി. നാട്ടിലെ പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കുക, ജനങ്ങളുടെ കൂടെ നിൽക്കുക. ഭരണതലത്തിലെ ഉന്നതങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി കൃത്യതയോടെ ആരോപിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ? ഈ 10 വർഷമായിട്ട് കഴിഞ്ഞോ? ഏതെങ്കിലും ഉന്നയിക്കാൻ നോക്കിയെങ്കിൽ അതിനെല്ലാം കോടതികളിൽ നടക്കം കനത്ത തിരിച്ചടിയല്ലേ കിട്ടിയത്. ശീലങ്ങളെല്ലാം, മറ്റുള്ളവരുടെ ശീലങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് മാത്രം. LDF എന്തിനു വരണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓരോന്നും എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ LDF വരണം എന്ന് നാടിന്റെ എല്ലാ വിഭാഗങ്ങളും പറയുന്ന നിലയുണ്ടാകുന്നു. നമ്മുടെ നാട്ടിൽ അവശത അനുഭവിക്കുന്നവർ, വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, പാവപ്പെട്ടവർ, ഇവിടെ നൽകിയ ക്ഷേമ പെൻഷൻ 600 രൂപയിലാണ് ഞങ്ങൾ വരുമ്പോ 2016 600 രൂപ 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. ആ 18 മാസത്തെ കുടിശ്ശികയും ആദ്യം കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. പിന്നെ പടിപടിയായി വർദ്ധിച്ചു. ഇറാന്റെ പ്രശ്നം ഇപ്പൊ തുടങ്ങിയതല്ല. ഇറാനിൽ 1952 അമേരിക്കയുടെ ഇടപെടലുണ്ടായിരുന്നു. ആ ഇടപെടലിലൂടെയാണ് അവിടെ ഷായുടെ ഗവൺമെന്റിനെ അമേരിക്ക അവരോധിച്ചത്. ഷാ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പാവയായിരുന്നു. അതിന്റെ ഭാഗമായി അമേരിക്ക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെ നടന്നു. 10-25 വർഷക്കാലം അത് തുറന്നുപോയി. പക്ഷേ ഇറാനിലെ ജനങ്ങൾ അസ്വസ്ഥരായി. ഇറാനിലെ ജനങ്ങൾക്ക് അതുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അമേരിക്കയെ പ്രീണിപ്പിക്കുന്ന, അമേരിക്കയ്ക്ക് വിധേയമായി കാര്യങ്ങൾ നടത്തുന്ന ഈ നടപടികളെ പൂർണ്ണമായി അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളതിനെതിരെ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങി. ആ പ്രക്ഷോഭത്തിൽ ഷാ പുറന്തള്ളപ്പെട്ടു. ഷാ പുറന്തള്ളപ്പെട്ടു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഷായുടെ പുറന്തള്ളൽ മാത്രമല്ല, അമേരിക്കയെയും പുറന്തള്ളി ഇറാനിൽ നിന്ന്. അന്ന് തുടങ്ങി കലിപ്പ്, അന്ന് തുടങ്ങി ഇറാനെതിരെയുള്ള നീക്കങ്ങൾ. അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഒരു സംവിധാനം രൂപം കൊണ്ടു. ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെതായ ഭരണ സംവിധാനമല്ലേ നിലനിൽക്കുക. ഒരു രാജ്യത്തിലെ ഭരണ സംവിധാനം മറ്റൊരു രാജ്യം ആഗ്രഹിക്കുന്ന തരത്തിൽ വേണമെന്ന് നിശ്ചയിക്കാൻ പറ്റുമോ? അവിടെ ആ ഭരണം തുറന്നു വരുന്നു. അതിനു നേരെയാണ് ഏകപക്ഷീയമായി ആക്രമണം വഴിച്ചു വിട്ടത്. ആ രാജ്യത്തിന്റെ പരമാധികാരിയെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അടക്കം ചേർത്തുകൊണ്ട് വധിക്കുകയാണ്. തങ്ങളുടെ കയ്യിലുള്ള ആയുധശേഷി ആധുനിക കാലത്ത് കൃത്യതയോടെ ആളെവിടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവിടേക്ക് ആയുധമയച്ച് കൊലപ്പെടുത്താനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെ മേലെ നടത്തിയ ആക്രമണം. എന്നിട്ട് എന്തൊരു കൊങ്കോടെയാണ് അത് വലിയ മേന്മയായി പ്രഖ്യാപിച്ചത്.
ഇവിടെ ഐക്യരാഷ്ട്രസഭ എന്നൊരു സംവിധാനമുണ്ടല്ലോ. ഐക്യരാഷ്ട്രസഭയ്ക്ക് ശബ്ദിക്കാൻ പറ്റുന്നുണ്ടോ? ശബ്ദിച്ചാൽ അതിന് വില കൊടുക്കാൻ അമേരിക്ക തയ്യാറുണ്ടോ? തങ്ങളൊന്നും അംഗീകരിക്കില്ല. തങ്ങൾ പറയുന്ന കാര്യം നടത്താൻ പാടുള്ളൂ. ഇതല്ലേ നില? ഇതിന്റെ ഭാഗമായിട്ടല്ലേ ഇസ്രയേലും കാര്യങ്ങൾ തുറന്നു നടത്തിക്കൊണ്ടുപോകുന്നത്? പക്ഷേ ഇറാഖിൽ നിന്ന് ഇറാനിലേക്ക് എത്തുമ്പോഴുള്ള വ്യത്യാസം നാം കാണണം. ഇറാഖിനെ കുറിച്ച് ലോകത്തെയാകെ തെറ്റിദ്ധരിപ്പിക്കാൻ അമേരിക്ക കഴിഞ്ഞിരുന്നു. എന്നാൽ ഇറാന്റെ കാര്യം വരുമ്പോ അമേരിക്കയോടൊപ്പം എല്ലാറ്റിനും നിന്നിരുന്നവരെ തന്നെ കാണാനില്ല. നേറ്റോ ആ രീതിയിൽ അണിനിരന്നില്ല. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യശക്തികൾ ആ നിലക്ക് അമേരിക്കയോടൊപ്പം അണിനിരന്നില്ല. എന്തുകൊണ്ടാണത്? അമേരിക്ക കാണിക്കുന്ന നിലപാടിനോട് വിയോജിപ്പ് അവരുടെ ക്യാമ്പിൽ തന്നെ വളർന്നു വരുന്നു. അമേരിക്കക്കകത്ത് തന്നെ ശക്തമായ പൊതുജനാഭിപ്രായം ഇതിനെതിരെ ഉയർന്നു വരുന്നു. ഇപ്പോൾ ലോകത്താകെ ഇതിനെതിരെയുള്ള, ഇത്തരം കടന്നാക്രമണങ്ങൾക്കെതിരെയുള്ള പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് നാം ആലോചിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കാനാവുന്നില്ല. നമുക്ക് മഹത്തായ ഒരു പാരമ്പര്യമാണുള്ളത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അടരാടിക്കൊണ്ടാണ്. ആ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ രാജ്യവും ഇവിടെ അധികാരത്തിൽ വന്ന ഗവൺമെന്റും സ്വീകരിച്ച നിലപാട് മൊത്തത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടായിരുന്നു. ആദ്യത്തെ ഗവൺമെന്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ആ ഗവൺമെന്റ് കൃത്യമായി സാമ്രാജ്യത്വ വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചത്. അതിന്റെ ഫലമായി ലോകത്താകെ മൂന്നാം ലോക രാജ്യങ്ങളോടൊപ്പം, പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളോടൊപ്പം എവിടെയൊക്കെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നോ, സമരങ്ങൾ നടക്കുന്നോ, അതിൻ്റെ കൂടെ എന്നൊരു നില ഇന്ത്യ രാജ്യത്തിനുണ്ടായി. വലിയ അംഗീകാരം ഇന്ത്യക്ക് ലഭിച്ചു. അത് നമ്മുടെ ആയുധബലത്തിന്റെ ഭാഗമായിരുന്നില്ല, നമ്മുടെ സാമ്പത്തിക ശേഷിയുടെ ഭാഗമായിരുന്നില്ല. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലക്കാണ് നമുക്ക് ആ അംഗീകാരം ലഭിച്ചത്. പക്ഷേ കാലം മാറി. അന്ന് ഭരണത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ സ്വഭാവത്തിലും കാലം മാറിയപ്പോൾ മാറ്റം വന്നു. അതിന്റെ ഫലമായി നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ രാജ്യം ആഗോളവൽക്കരണ നയത്തിലേക്ക് നീങ്ങി. ആഗോളവൽക്കരണ നയത്തിലേക്ക് നീങ്ങുക മാത്രമല്ല, സാമ്രാജ്യത്വ പ്രീണന നിലപാട് സ്വീകരിച്ചു. അപ്പോഴാണ് ആദ്യമായി ഇസ്രയേലിനെ അംഗീകരിക്കുന്ന നിലപാട് വരുന്നത്. വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ വന്നപ്പോ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കാലമായി. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കാലത്ത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തന്ത്രപരമായ സഖ്യശക്തിയായി ഇന്ത്യയെ മാറ്റാനുള്ള നീക്കങ്ങളുണ്ടായി. വലിയ തോതിലുള്ള എതിർപ്പ് അന്ന് ഈ രാജ്യത്ത് ഉയർന്നു വന്നു. അന്ന് അതിൻ്റെ എല്ലാം കൂടെ നിൽക്കുകയല്ല, മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നടപ്പാക്കുന്ന കാര്യങ്ങൾ ന്യായമാണ് എന്ന് വിശദീകരിക്കാൻ അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ വല്ലാതെ പാടുപെടുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇത് കാണേണ്ടത് തുറന്നു വന്ന BJP ഗവൺമെന്റ്. BJP ഗവൺമെന്റിനെ കുറിച്ച് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺഗ്രസിനും BJPക്കും
ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തതയില്ല. എല്ലാ കാര്യങ്ങളിലും ഒരേ നിലപാടാണ്. നമ്മുടെ രാജ്യം അമേരിക്കൻ സാമ്രാജ്യത്തിന് വിധേയമായി പോകുന്നതിന് അതിൻ്റെ കൂടെയാണ് BJP. നേരത്തെയും അതെ. ഇപ്പോ BJPക്ക് ഭരണാധികാരം നിയന്ത്രിക്കാൻ അവസരം കിട്ടിയപ്പോൾ പൂർണ്ണമായും അമേരിക്കൻ വിധേയത്വത്തിലേക്ക് നീങ്ങി. നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ് തന്നെ കളഞ്ഞു കുളിക്കുകയാണ്. ഇവിടം വരെ എത്തി. നമ്മുടെ പരമാധികാരം, അങ്ങനൊരു വസ്തു ഇപ്പോൾ ഉണ്ടോ? പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആ രാഷ്ട്രവും അവിടുത്തെ ഗവൺമെന്റുമാണ്. അങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരമുള്ള കേന്ദ്ര ഗവൺമെന്റ് എന്താണിപ്പോ ഏറ്റവും ഗുരുതരമായ ഈ പ്രശ്നത്തിൽ എടുത്ത നിലപാട്? നാം ഓർക്കേണ്ടത്, ഇറാൻ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോ നമ്മുടെ നാട്ടില് വലിയ തോതിലുള്ള ഇന്ധനക്ഷാമം അനുഭവപ്പെടാൻ പോകുന്നു. ലോകത്താകെ ആ പ്രശ്നം ഉയർന്നു വരുന്നു. അപ്പോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ 30 ദിവസത്തേക്ക് അനുവദിക്കണം, അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്നു എന്ന് അമേരിക്ക പറയുന്നു. അനുവദിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമാണല്ലോ അത്. നമ്മുടെ രാജ്യത്ത് എവിടുന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കേണ്ടത് അമേരിക്കയാണോ? നാം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് അല്ലേ? അതിന്റെ അവകാശം നമുക്കില്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് 30 ദിവസത്തേക്ക് അനുമതി നൽകുന്നു എന്ന് പറയുമ്പോൾ ശരിയായ ഭരണാധികാരികളാണെങ്കിൽ അപ്പത്തന്നെ അതിനെ തള്ളിപ്പറയണ്ടേ? നിങ്ങളുടെ അനുമതി ആർക്ക് വേണമെന്ന് ചോദിക്കാനുള്ള സ്ഥൈര്യം കാണിക്കണ്ടേ? എന്തേ അതിന് കഴിയാതിരുന്നത്? ഇപ്പോ യുദ്ധം ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ ലക്ഷക്കണക്കിൽ സഹോദരങ്ങളാണ് മറ്റു രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്, ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാമുള്ള വലിയ തോതിലുള്ള അസ്വസ്ഥത, അത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമല്ലേ? വലിയ തോതിലുള്ള അരക്ഷിതത്വം വളർന്നു വരികയല്ലേ? ഇത്തരമൊരു ഘട്ടത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം സ്വീകരിച്ച നിലപാടിനെ തള്ളിപ്പറയാൻ നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. ഇതാണ് നാം കാണേണ്ട കാര്യം. നമ്മുടെ രാജ്യം അതിന്റെ പരമാധികാരം അടിയറവെക്ക് നില സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരം നിലപാടിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകണമായിരുന്നു. ഇപ്പോ നമ്മുടെ അടുക്കളകളിൽ പ്രശ്നം വന്നില്ലേ? നമ്മുടെ ഹോട്ടലുകളില് ഇന്ധനമില്ലാത്തതുകൊണ്ട് പല ഹോട്ടലുകളും അടച്ചുപൂട്ടുന്ന അവസ്ഥ വന്നില്ലേ? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമായതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനും മറ്റും ഇപ്പോൾ ഫലപ്രദമായി ഒന്നും ചെയ്യാനാകില്ല. പക്ഷേ പെരുമാറ്റച്ചട്ടം വരുന്നതിൻ്റെ 2 ദിവസം മുൻപ് ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു ചേർത്തിരുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ധനം സപ്ലൈ ചെയ്യുന്ന IOC, BPCL പോലുള്ള കമ്പനികളെ വിളിച്ചു ചേർത്തിരുന്നു. ഉന്നതരായ ഉദ്യോഗസ്ഥരും അതിൽ പങ്കെടുത്തിരുന്നു. എങ്ങനെയാണ് പരിഹാരം കാണാൻ കഴിയുക, എത്രത്തോളമാണ് നീങ്ങാൻ കഴിയുക എന്നെല്ലാമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ പൂർണ്ണമായും ആശങ്ക അകലുന്ന അവസ്ഥയായിരുന്നില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. മനുഷ്യന് മറവിയുടെ അനുഗ്രഹമാണ് എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ ചിലത് നമ്മൾ മറക്കാൻ പാടില്ല.
നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ഇന്ധനമാകെ തരാൻ ഇറാൻ തയ്യാറായിരുന്നു. അതിന്റെ ഭാഗമായി ഇറാനിൽ നിന്നുള്ള പൈപ്പ് ലൈൻ പാകിസ്ഥാനിലൂടെ ഇന്ത്യയിലേക്ക് എത്തുന്നു. രാജ്യത്തേക്ക് ആവശ്യമായ ഗ്യാസ്, അവർക്കാണെങ്കിൽ പ്രകൃതിദത്തമായി ഗ്യാസ് ധാരാളമുണ്ട്, അത് നമുക്ക് തരാൻ പറ്റും. അവരാണെങ്കിൽ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി തന്നെ നമ്മളോട് നല്ല ബന്ധം പുലർത്തുന്നവരാണ്, വളരെ അടുത്ത ബന്ധം. ഇവിടെ നമ്മുടെ സംഘപരിവാറുകാരും മറ്റും ആര്യ രക്തത്തിൽ വലിയ അഭിമാനം കൊള്ളാറില്ലേ? ആര്യര് ഇറാനിൽ നിന്ന് വന്നവരാണെന്നാണ് ഒരു വർത്തമാനം. അങ്ങനെയെല്ലാമുള്ള ബന്ധം നമ്മുടെ രാജ്യവുമായി ഇറാനുണ്ട്. എന്നാൽ വ്യാപാര ബന്ധം, മറ്റു ബന്ധങ്ങൾ, ദീർഘകാലത്തെ നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നതാണ്. ഇന്ത്യ ചില ഘട്ടങ്ങളിൽ ചില പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. ആ ഘട്ടത്തിലെല്ലാം നമ്മളോടൊപ്പം ഉറച്ചു നിന്ന രാഷ്ട്രമായിരുന്നു ഇറാൻ. നന്ദി വേണ്ടേ? സാധാരണ മര്യാദ കാണിക്കണ്ടേ? നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ആ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ആ രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തയ്യാറാവണ്ടേ? നമ്മളൊരു പരിപാടി നടത്തുന്നു, ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് സേനാ വിഭാഗങ്ങൾ വരുന്നു. അത് നാവികാഭ്യാസമായിരുന്നു. ഇറാന്റെ നാവികസേനയും വരുന്നു. അവർ തിരിച്ചു പോകുമ്പോഴാണ് ശ്രീലങ്കക്കടുത്ത് വെച്ച് ആ കപ്പല് ആക്രമിച്ച് ഒരുപാട് നാവികരെ കൊലപ്പെടുത്തിയത്. അതിനെതിരെയെങ്കിലും ശബ്ദിക്കാൻ തയ്യാറായോ? നമ്മുടെ അതിഥികളല്ലേ ആക്രമിച്ചത്? ഞാൻ പറഞ്ഞു വന്നത് ആ ഗ്യാസിന്റെ കാര്യമാണ്. ആ ഗ്യാസ് ലൈൻ പൂർണ്ണതയിൽ നടപ്പാവുന്നതായിരുന്നു അമേരിക്കക്കാർ ഇഷ്ടം. അന്ന് അമേരിക്കൻ പ്രസിഡന്റ്, ഇവിടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഈ കരാർ നടപ്പാക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നു. ആണവ കരാറിന്റെ കാലം ഓർമ്മയില്ലേ? വലിയ തോതിൽ ചർച്ച ചെയ്തൊരു കാര്യമാണല്ലോ ആണവ കരാറിന്റെ കാലം. ആ കരാറിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഇന്ധന പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നായിരുന്നു കോൺഗ്രസിന്റെ ചെറുതു മുതൽ വലുതുവരെയുള്ള എല്ലാ നേതാക്കളും നാട്ടിൽ പറഞ്ഞു കാണുന്നത്. എന്തായി ഇപ്പോ? അമേരിക്കയില് ആവശ്യത്തിലധികം ഈ പറയുന്ന വാതകമൊക്കെ ഉണ്ട്. പക്ഷെ അവര് തരുമോ? തരുന്നുണ്ടോ? ഇറാന്റെ ആ വാതകം മുടക്കിയതിന്റെ ഗതികേടല്ലേ നമ്മളിപ്പോ അനുഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ ദുസ്ഥിതിക്ക് ഇടയാക്കിയ കോൺഗ്രസിൽ നിന്ന് നമുക്ക് കിട്ടിയ വലിയ തോതിലുള്ള മിച്ചമെന്ന് നമ്മൾ ഓർക്കണം. കോൺഗ്രസിന്റെ അതേ നയം BJPയും തുടരുന്നു. ഇതിനെല്ലാം എതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു ഘട്ടം കൂടിയാണിത്. ഈ ഘട്ടത്തിൽ സാധാരണഗതിയിൽ നമ്മളെല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം എന്നതുകൊണ്ടാണ് ഇത്രയും പറയാൻ ഞാൻ നിർബന്ധിതനായത്. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. ഇന്ന് ലോകത്തിലെ ദരിദ്രരിൽ വലിയ തോതിൽ ദരിദ്രരുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ നമ്മൾ 110 കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ വളരെ ചുരുക്കം രാഷ്ട്രങ്ങളേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. ഏറ്റവും കൂടുതൽ ദരിദ്രർ. എന്നാൽ അതേസമയം നമ്മുടെ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് വലിയ സഹായം, കോർപ്പറേറ്റുകൾക്ക് വലിയ പിന്തുണ, കോർപ്പറേറ്റുകൾ തഴച്ചു വളരുന്നു, ദരിദ്രർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു, കോർപ്പറേറ്റുകൾ കൂടുതൽ അതിസമ്പന്നരായി മാറുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്. ഇതിനെല്ലാം എതിരെ വ്യക്തതയാർന്ന നിലപാട്
CPIM മാത്രമേ സ്വീകരിക്കാനാവുന്നുള്ളൂ, ഇടതുപക്ഷത്തിന് മാത്രമേ സ്വീകരിക്കാനാവുന്നുള്ളൂ. ദേശീയ തലത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യ രാജ്യം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള തകർച്ച ജനങ്ങൾക്ക് വന്ന് ഭവിക്കുകയാണ്. ജനങ്ങളതിൽ സ്വാഭാവികമായും രോഷാകുലരാകും, അമർഷമുള്ളവരാകും. ആ രോഷവും അമർഷവും ജനങ്ങളിൽ ഉണ്ടാകരുത്. അപ്പോ ജനങ്ങളുടെ ശ്രദ്ധയാകെ മറ്റു വഴിക്ക് തിരിച്ചു വിടണം. അതിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ വൻതോതിലുള്ള വർഗീയ സംഘർഷങ്ങളും വർഗീയ കലാപങ്ങളും ബോധപൂർവം സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് ചിന്തിക്കാനിടവരുന്നത്. അവരെ വിദ്വേഷം, അവരെ മതവിരോധം, ഇത് വലിയ തോതിൽ ആളുകൾ വളർത്തിയെടുക്കുക. അതിനുള്ള പ്രവർത്തനമാണ് ബോധപൂർവം ഇവിടെ വർഗീയ ശക്തികൾ നടത്തുന്നത്. രാജ്യത്താകെ അതിന് നേതൃത്വം കൊടുക്കുന്നത്, ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാറാണ് എന്ന് കാണാൻ സാധിക്കും. വൻതോതിലുള്ള വർഗീയ സംഘർഷം, ആ സംഘർഷങ്ങളിൽ ആക്രമണത്തിന് ഇരയാകുന്നവരുടെ കൂടെയല്ല അവിടങ്ങളിലെ ഗവൺമെന്റ് നിൽക്കുന്നത്. നേരെ മറിച്ച് അവിടെ ആ ആക്രമണം നടത്തിയവരാരാണോ അവരെ സംരക്ഷിക്കുക, അവരെ പിന്താങ്ങുക. ആ നിലയിലാണ് നമ്മുടെ രാജ്യത്തെ പല ഗവൺമെന്റുകളും രാജ്യത്തെ ഗവൺമെന്റും നിൽക്കുന്നത് എന്നതാണ് രാജ്യത്തിന്റെ ദുരനുഭവം. ഇവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത്. കേരളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ കേരളത്തിന്റെ വേറിട്ട് നിൽക്കൽ എല്ലാവർക്കും അറിയാലോ. ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കേരളത്തിൽ ഒരു വർഗീയ സംഘർഷവും ഉണ്ടായില്ല, ഒരു വർഗീയ കലാപവും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കേരളത്തിൽ വർഗീയ ശക്തികളൊക്കെ ഇല്ലാതായോ? കേരളത്തിലല്ലേ ചില വർഗീയ ശക്തികളുടെ ഏറ്റവും കരുത്തുറ്റ സംഘടന പ്രവർത്തിക്കുന്നത് എന്ന് അവരവകാശപ്പെടുന്നത്? അവരടക്കമുള്ളവർക്ക് തല പൊക്കാനായില്ല. തല പൊക്കുമോ? അപ്പോ കർക്കശമായ നടപടി നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അതിന്റെ ഫലമാണ് ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര പേർക്ക് മാരകമായ പരിക്കേൽക്കേണ്ടി വന്നിട്ടുണ്ട്, എത്രയോ വീടുകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എല്ലാം ആക്രമിക്കപ്പെടുകയും കവരുകയും ചെയ്ത അവസ്ഥയുണ്ടായിട്ടില്ലേ? അതെല്ലാം നടന്ന നാടല്ലേ നമ്മുടെ നാട്. ആ നാട്ടിലല്ലേ 10 വർഷക്കാലം ഒരു തരത്തിലുള്ള വർഗീയ അസ്വാസ്ഥ്യവുമില്ലാതെ നാട് കഴിയുന്നത്? അവിടെയാണ് സംസ്ഥാനത്തിന്റെ പ്രത്യേകത. അത് ശരിയായ ധാരണയുള്ള ഒരു മുന്നണി ഭരണ നേതൃത്വം വഹിക്കുന്നതുകൊണ്ടാണ്. LDF വർഗീയതയോട് വിട്ടുവീഴ്ചയില്ല, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു. ഒരു വർഗീയതയുമായി ചാരി നിൽക്കില്ല, ഏത് വർഗീയതയെയും സംരക്ഷിക്കില്ല. വർഗീയതയാണോ പ്രശ്നം, വർഗീയ സംഘർഷമാണോ, കർക്കശമായ നിലപാട് സ്വീകരിക്കും. അങ്ങനെയാണ് വന്നത്. ഒരനുഭവം ഞാൻ പറയാം. കുറച്ചു നാൾ മുൻപ് ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള വ്യവസായ ഗ്രൂപ്പിനെ നമ്മുടെ വ്യവസായ മന്ത്രി കൂട്ടി എൻ്റെ അടുത്ത് വന്നു. അവർ കാണാൻ വേണ്ടി വന്നതാണ്, കാര്യങ്ങൾ സംസാരിക്കുക. അപ്പൊ അവര് പറയാണ്, ഒരു സ്ഥാപനം തുടങ്ങാൻ അവർ ഉദ്ദേശിക്കുന്നു. സ്ഥാപനം തുടങ്ങുമ്പോൾ ഉള്ള ആ പദ്ധതിയുടെ നിക്ഷേപ തുക കേട്ടപ്പോ
പെട്ടെന്നൊരു അമ്പരപ്പുണ്ടായി. എത്രയാണെന്നറിയോ? 3,60,000 കോടി രൂപ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കേരളം തിരഞ്ഞെടുക്കാൻ കാരണം? കേരളീയരെല്ലാവരും എന്താണ് നിങ്ങൾ കേരളം തിരഞ്ഞെടുക്കാൻ കാരണം? അപ്പൊ അവര് പറയാണ്, ഇതുപോലെ വർഗീയ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു നാട് വേറിയതുണ്ട്, ഇവിടെയാണ് സമാധാനം, അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം. ഞങ്ങൾ നിക്ഷേപിക്കുന്ന പണം ഇവിടെ സുരക്ഷിതമാകുമെന്ന് കാണുന്നു. ഇതാണ് കേരളം. ഈ മാറ്റം നാം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി എന്നതിൽ വലിയ തോതിൽ അഭിമാനം കൊള്ളാറുണ്ട്. ഒരുപാട് പണികൾ നമ്മൾ അതിനെടുത്തിട്ടുണ്ട്. അതിന്റെ കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ നിന്ന് ഒന്നുകൂടി മാറി നിക്ഷേപിക്കാൻ പറ്റിയ ഏക സംസ്ഥാനം കേരളം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. അതൊക്കെ ഇതിന്റെ ഭാഗമായാണ്, ഈ വേറിട്ട് നിൽപ്പിന്റെ ഭാഗമായാണ്. എന്തിന് LDF അധികാരത്തിൽ വരണം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇവിടെ 2016 അനുഭവം നമ്മൾ ഓർക്കണം. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മുടെ നാട് അനുഭവിച്ച തകർച്ച, എല്ലാ മേഖലയും പിന്നോട്ട് പോയ കാലം. അങ്ങനൊരു കാലത്ത് ഇനി ഇത് ആർക്കും നന്നാക്കാനാകില്ല, എന്റെ നാട് ഇങ്ങനെയായിപ്പോയി, ആര് വിചാരിച്ചാലും നന്നാകില്ല എന്ന് ചിന്തിച്ച നാട്ടുകാര്. ആ ഘട്ടത്തിലാണ് LDF കൃത്യമായ പരിപാടി മുന്നോട്ട് വെക്കുന്നത്. ആ പരിപാടിയെ ജനങ്ങൾ പിന്താങ്ങി. അതിന്റെ ഭാഗമായാണ് LDFനെ അന്ന് ജനങ്ങൾ അധികാരത്തിലേറ്റുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ചുള്ള പ്രവർത്തനം LDF ഗവൺമെന്റ് കാഴ്ചവെച്ചപ്പോ വലിയ തോതിൽ നാടിന്റെ നിരാശ മാറി. നല്ല പ്രത്യാശയിലേക്ക് ആളുകൾ വന്നു. നടക്കില്ല, ഒരു കാലത്തും ഇവിടെ വരില്ല എന്ന് കണക്കാക്കിയ ഒട്ടേറെ പദ്ധതികൾ ഒന്നൊന്നായി നടപ്പാകുന്നത് കേരളം കണ്ടു. അതേപോലെ തന്നെ പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതായി കണ്ടു. എന്തായിരുന്നു നമ്മുടെ പ്രശ്നം? നമ്മുടെ പ്രശ്നം, നമുക്ക് പദ്ധതികൾ നാടാഗ്രഹിക്കുന്ന തരത്തിൽ ഏറ്റെടുക്കാൻ ആവശ്യമായ പണമുണ്ടായിരുന്നില്ല. നടപ്പാക്കാൻ തീരുമാനിച്ചാൽ തന്നെ പണമില്ല. അപ്പോ LDF സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. എങ്ങനെ പണം കണ്ടെത്തും? അതിനായി പുതിയ ധനസ്രോതസ് വേണം. അതിന്റെ ഭാഗമായാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. ഒരു പുതിയ ധനസ്രോതസ്, ബജറ്റിലൂടെ അല്ലാതെ നമുക്ക് ആവശ്യമായ പദ്ധതി ഏറ്റെടുക്കാനുള്ള ധനസ്രോതസ്. അന്ന് സർക്കാർ പറഞ്ഞു 50,000 കോടി രൂപയുടെ പദ്ധതികൾ, പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ ഈ 5 വർഷം ഞങ്ങൾ ഏറ്റെടുക്കും. എന്തൊരു ആക്രമണമായിരുന്നു, എന്തൊരു പുച്ഛിക്കലായിരുന്നു. എവിടുന്ന് നടക്കാൻ? മലപ്പുടിക്കാരന്റെ സ്വപ്നം കൊണ്ട് നടക്കുന്നു. നിങ്ങൾക്ക് ആര് പണം തരും? ഈ കേരളത്തിന് ആരെങ്കിലും പണം തരാൻ പോകുന്നുണ്ടോ? എന്തെല്ലാം ആക്ഷേപങ്ങൾ. പക്ഷേ ആ പറഞ്ഞതാണോ നടന്നത്? അല്ല, സർക്കാർ പറഞ്ഞതാണോ നടന്നത്? 2021 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ കേരളത്തിൽ ഏറ്റെടുക്കാൻ നമുക്കായത്. ഇപ്പോഴത് 1,10,000 കോടി രൂപയുടെ പദ്ധതികളാണ്. എല്ലായിടവും എല്ലാവരും കൺകുളിർക്കെ കാണുകയാണ്. ഒരു ഭാഗത്ത് നോക്കിയാൽ നാഷണൽ ഹൈവേ നല്ല രീതിയിൽ പൂർത്തീകരിക്കപ്പെടുന്നു. ആ പൂർത്തീകരിക്കുന്നതിനിടയാക്കിയ സ്ഥലമേറ്റെടുക്കലിന്റെ തർക്കത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുക്കേണ്ടി വന്ന
5640 കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് നമ്മൾ കൊടുത്തത്. ഇവിടെ ഒരു ഭാഗത്ത് മലയോര ഹൈവേ വരുന്നു, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ വരുന്നു. 10,000 കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ആ പണി നല്ല രീതിയിൽ നടന്നു പോവുകയാണ്. ജലപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കോവളത്ത് നിന്ന് ബേക്കലിലേക്കുള്ള അതിനാവശ്യമായ സംസ്ഥാനം ചെലവേണ്ട തുകയും കിഫ്ബിയിലൂടെയാണ് നാം കണ്ടെത്തുന്നത്. നമ്മുടെ ചുറ്റുപാടും കണ്ണോടിച്ചാൽ കാണുന്ന റോഡുകള്, പാലങ്ങള്, ഓവർബ്രിഡ്ജുകള്, ഫ്ലൈ ഓവറുകള്, അങ്ങനെ എന്തെല്ലാം എല്ലാറ്റിലും കിഫ്ബിയുടെ ധനം കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങളുടെ ചെലവ്, അതിന് സ്കൂൾ രംഗത്ത് നാം ചെലവഴിച്ചത് 5000 കോടി രൂപയാണ്. നല്ല ഭാഗം കിഫ്ബിയുടേതാണ്. 6000 കോടിയിൽ പരം രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചിരിക്കുന്നു. നല്ല ഭാഗം കിഫ്ബിയുടേതാണ്. എല്ലാ രംഗത്തും വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ, അതിന്റെ എല്ലാം സാക്ഷ്യപത്രങ്ങളായി നിൽക്കുകയല്ലേ നാട്ടിൽ. എന്തെങ്കിലും പക്ഷഭേദമുണ്ടോ? എല്ലായിടവും ഒരേപോലെയല്ലേ? നാടിന്റെ വികസനത്തെക്കുറിച്ച് LDF പറഞ്ഞൊരു കാര്യമുണ്ട്. അത് സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനമെന്നാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ വികസനമല്ല, എല്ലാ പ്രദേശവും വികസനത്തിന്റെ സ്പർശമേൽക്കണം. എല്ലാ ആളുകളും, എല്ലാ കുടുംബങ്ങളും വികസനത്തിന്റെ സ്വാദനുഭവിക്കണം. അതല്ലേ നടക്കുന്നത്? നമ്മുടെ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഏതെങ്കിലും സംസ്ഥാനത്തിന് നമ്മുടെ അതിദരിദ്ര വിഭാഗത്തെ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മുക്തമാക്കി കളയാമെന്ന് തോന്നിയോ? തോന്നിയ ഏക സംസ്ഥാനം കേരളം. എന്താ കാരണം? LDF ആണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളൂ. LDFന് മാത്രമേ അത് തോന്നൂ. ജനങ്ങളോടുള്ള പ്രതിബദ്ധത, പാവപ്പെട്ടവരോടുള്ള പ്രതിബദ്ധത. 64,006 കുടുംബം ഒന്നിച്ച് കേൾക്കുമ്പോൾ വലിയ നമ്പറാണ്. ഓരോ കുടുംബത്തെയാണ് എടുത്തത്. ആ ഓരോ കുടുംബത്തിനുമുള്ള പ്രശ്നങ്ങൾ എന്താണ്? അവരുടെ ക്ലേശഘടകങ്ങൾ എന്താണ്? എങ്ങനെയാണ് അവ പരിഹരിക്കാനാവുക? എങ്ങനെയാണ് അവരെ അതിദാരിദ്ര്യ മുക്തരാക്കുക? അതല്ലേ നടന്നത്. 64,006 കുടുംബവും അതിദാരിദ്ര്യമുക്തമായപ്പോഴാണ് കഴിഞ്ഞ നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ലോകം സ്തംഭിച്ചു, രാജ്യം ആശ്ചര്യപ്പെട്ടു. എങ്ങനെയാണ് ഇതുപോലൊരു നാടിന്, അതും ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഉള്ള ഒരു സംസ്ഥാനത്തിന് അതിദാരിദ്ര്യമുക്തമാകാനാകുന്നത് എന്നാണ് അവരെല്ലാം ചിന്തിച്ചത്. അതാണ് LDFന്റെ പ്രസക്തി. നാട്ടിലെ പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കുക, ജനങ്ങളുടെ കൂടെ നിൽക്കുക. ഇപ്പോ 2016 അവസ്ഥയിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. രാജ്യം നമ്മുടെ സംസ്ഥാനത്തെ കാണുന്നു ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം. നമ്മളതില് വലിയ തോതിൽ അഭിമാനം കൊള്ളുന്നവരല്ല. കാരണം നമുക്ക് വേണ്ടത് തീർത്തും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനം എന്ന പേരാണ്. പക്ഷേ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന പേര് നമുക്കിപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് നേടാനായത്? LDF അല്ലെങ്കിൽ അത് നേടുവോ? സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. അത് അധികാരത്തിൽ നിൽക്കുന്നവരുടെ സംസ്കാരത്തിന്റെയും പ്രശ്നം അതിലുണ്ട്. LDFന് ആ സംസ്കാരം നല്ലതുപോലെയുണ്ട്. ഇങ്ങ് പോരട്ടെ എന്നല്ല, അങ്ങോട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതാണ് ചിന്ത. അതാണ് പ്രശ്നം. അതാണ് ഈ നാട് കണ്ടത്. ഭരണതലത്തിലെ ഉന്നതങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി കൃത്യതയോടെ ആരോപിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ? ഈ 10 വർഷമായിട്ട് കഴിഞ്ഞോ? ഏതെങ്കിലും ഉന്നയിക്കാൻ നോക്കിയെങ്കിൽ അതിനെല്ലാം കോടതികൾ നടക്കം കനത്ത തിരിച്ചടിയല്ലേ കിട്ടിയത്.
ഇതല്ലേ വസ്തുത. ആ ഒരു സംസ്കാരം ഇന്നെല്ലാവരും അംഗീകരിക്കുകയാണ്. നമ്മുടെ നാട്ടില് LDF-നല്ലാതെ അത്തരം ഒരു സംസ്കാരം കൊണ്ടുവരാൻ കഴിയുമോ? ആ രീതിയിൽ രാജ്യം നോക്കിക്കാണുന്ന തരത്തിൽ അഭിമാനം കൊള്ളാൻ പറ്റുന്നൊരു നാടാക്കി കേരളത്തെ മാറ്റാൻ കഴിയുമോ? ശീലങ്ങളെല്ലാം, മറ്റുള്ളവരുടെ ശീലങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് മാത്രം. ആ ശീലത്തിൽ നിന്ന് മുക്തം LDF. അതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന ഏത് പദ്ധതിയും ആ പദ്ധതിക്ക് ചെലവിടുന്ന പണം പൂർണ്ണമായിട്ട് അവിടെ ചെലവിടാൻ പറ്റും. പലയിടങ്ങളിലും അതിന് വിഹിതം നിശ്ചയിക്കും. ആ വിഹിതത്തിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കപ്പെടണം. അതൊന്നുമില്ലാത്തൊരു നാട് ഇന്ന് കേരളമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. അവിടെയാണ് LDF-ന്റെ പ്രസക്തിയുള്ളത്. ആ സംസ്കാരം LDF പുലർത്തിപ്പോരുന്നു. നമ്മുടെ നാടിനെ ചില കാര്യങ്ങൾ അസാധ്യം എന്ന് കണക്കാക്കിയതുണ്ടായിരുന്നു. 2016 മുൻപ് കേരളത്തിൽ ആരെങ്കിലും ഒരാള് കേരളത്തെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയുമെന്ന് കണക്കാക്കിയിട്ടുണ്ടോ? ഒരാൾക്കും ചിന്തിക്കാനാകില്ല. എന്താ കാരണം? കേരളം റാങ്കിങ്ങിൽ വളരെ പുറകിലാണ്. അപ്പോ LDF അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റ് ചിന്തിച്ച എന്താ? ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നാടിനെ എങ്ങനെ പുരോഗമനപരമായി മാറ്റാം, അതാണ് ചിന്തിക്കേണ്ടത്. ആ ദൗത്യം സർക്കാർ ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടവരുമായി എല്ലാം ചർച്ച ചെയ്തു. ദീർഘമായി ഞാൻ പോകുന്നില്ല. ആ ചർച്ചയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. 7 നിയമങ്ങൾ ഭേദഗതി ചെയ്തു, 10 ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. നമ്മുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു, അത് വ്യവസായ സംരംഭങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. ആ മാനസിക ഘടന മാറണമായിരുന്നു. വലിയ ബോധവൽക്കരണ നടപടികളിലേക്ക് കടന്നു. നമ്മുടെ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്തു. ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്തപ്പോ നല്ല സഹകരണം ട്രേഡ് യൂണിയൻ നേതാക്കളിൽ നിന്നുണ്ടായി. എല്ലാ ട്രേഡ് യൂണിയനുകളും വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ. ഒരാളൊരു വ്യവസായവുമായിട്ട് വന്നാൽ സമയബന്ധിതമായി തുടങ്ങാം. 3 വർഷം നിങ്ങളെല്ലാം റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം. ആരുടെയും അനുമതി വേണ്ട, തുടങ്ങിക്കോളൂ. 3 വർഷം കൊണ്ട് അനുമതി ഓരോന്നായിട്ട് എടുത്താൽ മതി. പറഞ്ഞതല്ല, നിയമം വന്നു. ഇവിടെ 2021 പതിവനുസരിച്ചാണെങ്കിൽ, നേരത്തെയുള്ള ശീലമനുസരിച്ചാണെങ്കിൽ LDF മാറണമായിരുന്നു, UDF വരണമായിരുന്നു. പക്ഷെ ജനങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ. അവർ തീരുമാനിച്ചു LDF തന്നെ തുടരട്ടെ. അതിന്റെ പ്രത്യേകത എന്തായി? 2021 എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തുടരാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമാണ് നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്ത് 1ാം സ്ഥാനം കേരളത്തിന്. അതൊരു വർഷമല്ല, അടുത്ത വർഷവും. നമ്മുടെ കൊച്ചിയിൽ നിക്ഷേപ സംഗമം നടന്നപ്പോ 2 ലക്ഷം കോടിയോളം രൂപയുടെ നിക്ഷേപ താല്പര്യപത്രമാണ് വന്നത്. ദാവോസിൽ ലോക നിക്ഷേപ കാര്യങ്ങൾ സമ്മേളിച്ചുകൊണ്ട് പരിശോധിക്കുന്ന ഒരു തലം, എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ. കേരളം 1,18,000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് വന്നത്. ഇതാണ് നാട്. നമ്മുടെ നാടിന് മാറ്റം വന്നിരിക്കുന്നു. എല്ലാ രംഗത്തും വലിയ മാറ്റം. ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മാറിയിരിക്കുന്നു. മികവിന്റെ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാലയളവിൽ 13 മികവിന്റെ കേന്ദ്രങ്ങളാണ് ആരംഭിക്കാൻ നാം തീരുമാനിച്ചത്. വലിയ തോതിൽ അംഗീകാരം പിടിച്ചു പറ്റുന്ന, നമ്മുടെ ചെറുപ്പക്കാർക്ക് വലിയ തോതിൽ അവസരങ്ങൾ ഒരുക്കുന്ന, ഇന്നത്തെ ലോകത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും അനുസരിച്ചുള്ള
പുതിയ പുതിയ സംരംഭങ്ങൾ ഇവിടെ ഒരുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതാണ് മാറ്റം. ആ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായി LDF എന്തിനു വരണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓരോന്നും എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ LDF വരണം എന്ന് നാടിന്റെ എല്ലാ വിഭാഗങ്ങളും പറയുന്ന നിലയുണ്ടാകുന്നു. നമ്മുടെ നാട്ടിൽ അവശത അനുഭവിക്കുന്നവർ, വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, പാവപ്പെട്ടവർ ഇവിടെ നൽകിയ ക്ഷേമ പെൻഷൻ 600 രൂപയിലാണ് ഞങ്ങൾ വരുമ്പോ 2016 600 രൂപ 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. ആ 18 മാസത്തെ കുടിശ്ശികയും ആദ്യം കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. പിന്നെ പടിപടിയായി വർദ്ധിച്ചു. 1600ലേക്ക് 2021 ഇപ്പോ 2026 2000 രൂപ ഓരോ ആൾക്കും കൃത്യമായി കിട്ടുന്നു. കുടിശ്ശികയില്ല. 2021 തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോ ആരും കുടിശ്ശികയില്ല. 2026 തെരഞ്ഞെടുപ്പ് നേരിടുമ്പോ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് 2000 രൂപയാണെങ്കിൽ അതിൽ കുടിശ്ശികയില്ല. എന്നാൽ 600 രൂപ ഉണ്ടായിരുന്ന കാലത്ത് അതിന് കുടിശ്ശിക എത്ര? 18 മാസം. ഇനി കുറച്ചുകൂടി പുറകിലോട്ട് പോകൂ. അങ്ങനെ പുറകിലോട്ട് പോയാൽ 2006 ഇവിടെ LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ അന്നത്തെ കുടിശ്ശിക എത്രയാണ് UDF വരുത്തി വെച്ചത്? 28 മാസത്തെ കുടിശ്ശിക. ഇതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് പാവപ്പെട്ടവർ പറയുന്നത് ഇവരാണ് വേണ്ടത്, LDF ആണ് വേണ്ടത്, LDF ആണ് ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായാണ്. ഇതാണ് നാം കാണേണ്ടത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിറഞ്ഞ സന്തോഷത്തോടെ EMS മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.